പലപ്പോഴും പലതരത്തിലുള്ള ആരംഭശൂരത്വങ്ങളാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കാണുന്നത്. ഇടയ്ക്ക് വെച്ച് വിട്ടുപോകും പലരും. ഇത്രയും ദൂരം ഇതിനെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സംഘാടകർ തന്നെയാണ്. അവരെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. നമ്മുടെ പേര് കെയർ ആൻഡ് ഷെയർ എന്നാണ്. ചേർത്ത് നിർത്തിയാൽ മാത്രം പോരാ, പങ്കുവയ്ക്കലും കൂടെയുണ്ട്. നമ്മൾ ചേർത്ത് നിർത്തുകയും പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജീവിതം തന്നെ ചേർത്ത് വയ്ക്കലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും കഥകളാണ്. നമ്മുടെ ലോകം എത്രത്തോളം വളർന്നു തന്നെ പരസ്പരം ചേർത്ത് കൂടെ നിർത്തുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് ഉള്ളത് നമുക്ക് മാത്രമല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നത്. ഇത്രയും കാലം ഇത് സഹകരിച്ച് ഇത്രത്തോളം എത്തുകയും ഇനിയും അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് തുടരുക, ഞങ്ങളല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നാലെ വരുന്നവർ. ഇതുകൊണ്ട് ഇതിൻ്റെ ശരിക്കുള്ള ഗുണങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ്. അവരിൽ നിന്ന് തന്നെ ഇത് പകർന്നു കൊടുക്കപ്പെടേണ്ടത്. അങ്ങനെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഈ 250 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അർഹരായവരെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അർഹരായവരായിരിക്കണം. വിദ്യാഭ്യാസം നടത്താനുള്ള വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കണം. വിദ്യാഭ്യാസം നേടാനുള്ള പഠിപ്പും മാർക്കും യോഗ്യതയുമുള്ളവരുമായിരിക്കണം. അല്ലാതെ നമ്മുടെ മെഡിക്കൽ കോളേജ് 1 കോടി രൂപ സംഭാവന കൊടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെയല്ല, വിദ്യാഭ്യാസം തുടർന്ന് കൊണ്ടുപോകാൻ വയ്യാത്ത മാർക്കുള്ള വിദ്യാർത്ഥികൾ, കഴിവുള്ള വിദ്യാർത്ഥികളായിരിക്കും കൂടുതൽ നമ്മൾ സഹകരിപ്പിക്കുക. ബാക്കി ഒരു ശിവാനൻ്റെ ഒരു 10ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അത്രത്തോളം കോഴ്സുകളുമുണ്ട്. എല്ലാവർക്കും പൂർണ്ണമായിട്ടും അത് സൗജന്യമായി കൊടുത്ത് നടത്താനുള്ള വകുപ്പൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് 250 പേരാണ്. ഈ 251 പേര് 54 പേര് വന്നാൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ സാധ്യതയില്ല. ഒരാൾക്കോ 2 ആൾക്കോ കൂടെ കൊടുത്തെന്ന് വരാം. ഇത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ല, ഒരു മനുഷ്യത്വമാണ്. ഇതെല്ലാവരും കൃത്യമായിട്ടും അർഹതയുള്ളവർ തന്നെ ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. കെയർ ആൻഡ് ഷെയറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ ഉണ്ടാകണം. ഞാനിതിൻ്റെ പ്രവർത്തകനേ അല്ല, ഞാനൊരു കാര്യദർശിയുമല്ല, ഞാനൊരു അഭ്യുദയകാംക്ഷി മാത്രമാണ് കെയർ ആൻഡ് ഷെയറിൻ്റെ. പക്ഷേ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരെ എന്നെ വിളിച്ചാൽ ഞാൻ വരും, ഇനിയും വരും. സന്തോഷം.